Hello friends, എല്ലാവർക്കും AndroidMalayali എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത നിങ്ങളുടെ ബാറ്ററിയെ സംരക്ഷിക്കുന്ന 3 കാര്യങ്ങളാണ്. പ്രത്യേകിച്ചിട്ട് 3 കാര്യങ്ങൾ. കുറേ അധികം ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. എന്നിരുന്നാലും ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ ബാറ്ററി ഏറ്റവും പെട്ടെന്ന് മോശമാകുന്നത്, അതായത് ഒരാഴ്ചക്കുള്ളിൽ ബാറ്ററിയുടെ പെർഫോമൻസ് ഏറ്റവും മോശം രീതിയിലെത്തുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഫോണിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഈ ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ എടുക്കാറുണ്ട്. അത് 2 തരത്തിൽ നമ്മൾ ചെയ്യാം. ഒന്ന് USB കേബിൾ ഫോണിൽ കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് USB ടെതറിങ് വഴി നമുക്ക് നെറ്റ് എടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമായിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോഴത്തെ എല്ലാ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പുകളിലും വൈഫൈ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വൈഫൈ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു മെയിൽ നോക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബില്ല് അടക്കുന്നതിനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5-10 മിനിറ്റത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതൽ സമയം നമ്മൾ 1, 2, 3 മണിക്കൂറുകൾ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓർക്കുക, നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ചാർജ് ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. USB കേബിൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഫോണിൽ ചാർജ് കയറുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ പ്രശ്നമില്ല, നമുക്ക് ഒരുവിധം കുറേ സമയമൊക്കെ അത് ഉപയോഗിക്കാം. അത് മോശം തന്നെയാണ്. എന്നിരുന്നാലും കുറേ സമയമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. 1 മണിക്കൂറൊന്നും ഉപയോഗിച്ചാലും വലിയൊരു കുഴപ്പം അതിൽ വരാനില്ല. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫോണിൽ വൈഫൈ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് നെറ്റ് ഓൺ ചെയ്ത് എന്നിട്ട് ഇത് ഉപയോഗിക്കും. അപ്പോൾ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങും. സാംസങ്ങിൻ്റെ ഒക്കെ ഫോണാണെന്ന് ചോദിക്കേണ്ട, നല്ല പെട്ടെന്ന് ഫോൺ ചൂടാവും ചെയ്യും, നല്ലോണം ബാറ്ററി ഡ്രെയിനായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത്യാവശ്യ കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ അധികം എന്താ പറയുക തുടക്കത്തിലുള്ള യൂട്യൂബേഴ്സ് ആയിരിക്കും. അപ്പം അവർ വീഡിയോ ക്വാളിറ്റി കുറച്ച് നല്ല രീതിയിൽ വേണമെന്ന് വിചാരിച്ചിട്ട് HD റെൻഡർ ചെയ്യുക. 500-600 MB ഒക്കെ നമ്മൾ ആ സമയത്ത് നമ്മൾ വീഡിയോ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടാകും. അപ്പം ഇങ്ങനെ കിട്ടുന്ന ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുക്കുക. അപ്പോൾ ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കും ഇവർ റെൻഡർ ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓണാക്കി ഇൻ്റർനെറ്റ് ഓണാക്കി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബാറ്ററി കുറവാണ്, നമ്മളൊരു കാര്യം ചെയ്യും, ഇത് പ്ലഗ് ഇൻ ചെയ്ത് വെക്കും. അതായത് ചാർജറിൽ ഇട്ടിട്ട് നിങ്ങൾ വെക്കും. എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ ഓർമ്മിക്കുക, ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ചെയ്താൽ നിങ്ങളെ ബാറ്ററി കൂടി വന്നു കഴിഞ്ഞാൽ 2 ആഴ്ച അതിനുള്ളിൽ ആ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വല്ലാതെ അങ്ങ് മാറും. ബാറ്ററി വീർക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാറ്ററിയുടെ ചില ആൾ പറയാറില്ല, ജസ്റ്റ് ഫോണ് ചാർജ് കണക്ട് ചെയ്ത പാടും അതിൽ 80% അല്ലെങ്കിൽ 100% ബാറ്ററി കാണിക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും 10%, 5% പിന്നെ ഓഫ് ആയിരിക്കും. ആ ഒരു നിലയിലേക്ക് നല്ല ബാറ്ററി എത്തും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യും. അതായത് വൈഫൈ ഹോട്ട്സ്പോട്ട് വഴി നിങ്ങൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുന്ന സമയത്ത്, മൊബൈൽ ഡാറ്റ ഓണാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫോൺ ചാർജിലിട്ടിട്ട് ഉപയോഗിക്കാനേ പാടില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി കംപ്ലൈൻ്റ് ആകും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞ ഫോണുകൾ, നമ്മളിപ്പം ഈ തുടക്കക്കാരായ യൂട്യൂബേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അവർ ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയ ഫോണുകളായിരിക്കും. അതായത് ഒരു Realme 5 അല്ലെങ്കിൽ Note 8 Pro അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള ഫോൺ. Note 8 Pro കുറച്ചുകൂടി നല്ലതാണ്. അതിൽ ഒരു Realme അല്ലെങ്കിൽ Redmiയുടെ ഒക്കെ 5 സീരീസിൽ വരുന്ന ഫോണുകളോ 6 സീരീസിലെ ഫോണുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വലിയ ഫയൽ റെൻഡർ ചെയ്യുന്ന സമയത്ത്, അതായത് HDയോ അല്ലെങ്കിൽ 2K 4K നിങ്ങൾ ഫോണിൽ റെൻഡർ ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ചാർജ് ചെയ്തുകൊണ്ട് വെക്കരുത്. കാരണം നല്ല ബാറ്ററി ഡ്രെയിൻ ആകുന്ന സമയമാണ്. അതുപോലെ തന്നെ ആ സമയത്ത് നിങ്ങൾ ചാർജ് ഫോണിലേക്ക് കയറ്റിക്കൊണ്ട് ചെയ്ത് നിങ്ങളുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആവും. രണ്ടാമത്തെ കാര്യം, PUBG അല്ലെങ്കിൽ BGMI പോലുള്ള ഗെയിംസ് അത് ഹൈ ഗ്രാഫിക്സിൽ കളിക്കുന്ന സമയത്ത് നമ്മൾക്കറിയാം, നമ്മൾ കളിയുടെ ഹരത്തിൽ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. സാധാരണ നിലക്ക് കളിക്കുമ്പോൾ തന്നെ നല്ല ഹീറ്റാവും ഫോണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ PUBG BGMI കളിച്ച് നമ്മൾ ലാസ്റ്റ് സോണൊക്കെ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ കളിക്കുമ്പോൾ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നപാട് ഇതെടുത്ത് ചാർജിന് കുത്തും, എന്നിട്ട് ഇങ്ങനെ കളിക്കും. ഏറ്റവും അപകടകരമായ പ്രവൃത്തിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെല്ലാവരുടെ വീട്ടിൽ AC കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി ഫോണ് നല്ലോണം ചൂടായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് പ്ലഗ് ഇൻ ചെയ്തിട്ട് PUBG പോലുള്ള ഹൈ എൻഡ് ഗെയിംസുകൾ കളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ BGMI പോലുള്ള ഗെയിംസ് കളിച്ച് കഴിഞ്ഞാൽ ബാറ്ററി പൊട്ടിത്തെറിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, മേ ബി പൊട്ടിത്തെറിച്ചേക്കാം. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ബാറ്ററിയുടെ ബാക്കപ്പ് വളരെയധികം കുറഞ്ഞ് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബാറ്ററി വീർത്ത് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അധികാരം പറയാത്ത 3 കാര്യങ്ങളാണ്. അല്ലാതെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം, അതായത് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട്
നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഒരിക്കലും പ്ലഗ് ഇൻ ചെയ്ത് വെച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് എടുക്കല്ലേ. അത് പെട്ടെന്ന് ഫോൺ കംപ്ലൈൻ്റ് ആവും. ഇത് ഞാൻ പറയാനുള്ള കാരണം എൻ്റെ തന്നെ 2-3 ഫോൺ അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് ആദ്യം ഇത് മനസ്സിലായിട്ടില്ല. പക്ഷേ പോയതൊക്കെ ചെറിയ ഫോണുകളായിരുന്നു. ജിയോയുടെ ഫ്ലെയിം 2 എന്നിട്ടൊരു ഫോൺ ഉണ്ടായിരുന്നു, 4000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അത് ചെറിയ ഫോണാണ്, അത് പോയി. അതിനുശേഷം എൻ്റെ ഒരു ഗ്രാൻഡ് 2 ഉണ്ടായിരുന്നു, അതും ഇതേപോലെ തന്നെ സാംസങ് ഗ്രാൻഡ് 2. അതിൻ്റെ ഇതുപോലെ തന്നെ ബാറ്ററി നല്ലോണം കുറഞ്ഞൊരു ഫോണായി. അതെനിക്ക് കാരണം ഞാനിങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.